കുന്നംകുളത്ത് നിന്നും എ.സി. മൊയ്തീൻ വീണ്ടും എൽ.ഡി.എഫ് സ്ഥാനാർത്ഥിയായി മത്സരിച്ചേക്കും. വികസന കാര്യങ്ങളിൽ കുന്നംകുളത്തിന്റെ മുഖച്ഛായ മാറ്റിമറിച്ച എ.സി. മൊയ്തീൻ കുന്നംകുളത്തെ ജനങ്ങൾക്കിടയിൽ വലിയ സ്വാധീനം ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. CPM-ലെ മുതിർന്ന നേതാവായ എ.സി. മൊയ്തീന് 2023 ഓഗസ്റ്റ് 22-ന് കരുവന്നൂരിൽ സഹകരണ ബാങ്ക് കള്ളപ്പണ ഇടപാടുമായി അദ്ദേഹത്തിന്റെ വടക്കാഞ്ചേരിയിലെ വീട്ടിൽ നടത്തിയ റെയ്ഡിനെ തുടർന്ന് അദ്ദേഹം CPM-ൽ ഒറ്റപ്പെട്ട നിലയിലായിരുന്നു. എന്നാൽ സ്വന്തം പ്രയത്നം കൊണ്ടും രാഷ്ട്രീയത്തിലെ മികച്ച പ്രവർത്തനം കൊണ്ടും അടിപതറാതെ അദ്ദേഹം പടികൾ കയറി. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വിശ്വസ്തനായ എ.സി. മൊയ്തീൻ കുന്നംകുളത്ത് മത്സരിക്കില്ലെന്നായിരുന്നു ആദ്യ വിവരം. ജില്ലാ കമ്മിറ്റി സംസ്ഥാന കമ്മിറ്റിക്ക് നൽകിയ പ്രാഥമിക സ്ഥാനാർത്ഥി പട്ടികയിൽ എ.സി. മൊയ്തീന്റെ പേര് 4-ാം സ്ഥാനത്തായിരുന്നു എന്നാണ് വിവരം. എന്നാൽ അന്തിമ പട്ടികയിൽ എ.സി. മൊയ്തീൻ 1-ാം സ്ഥാനത്താണ്. വിജയം മാത്രം ലക്ഷ്യമാക്കി പ്രവർത്തിക്കുന്ന എ.സി. മൊയ്തീൻ 2004-ൽ വടക്കാഞ്ചേരിയിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് നേതാവായിരുന്ന കെ. മുരളീധരനെ 3715 വോട്ടുകൾക്കാണ് തോൽപ്പിച്ചത്. 2006-ൽ വടക്കാഞ്ചേരി നിയോജക മണ്ഡലത്തിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ TV ചന്ദ്രമോഹനെ പരാജയപ്പെടുത്തി അദ്ദേഹം വീണ്ടും വിജയഗാഥ കൊയ്തു. 2016-ൽ അദ്ദേഹം കുന്നംകുളത്തേക്ക് ചേക്കേറി. CMP-യുടെ നേതാവായിരുന്ന CP ജോണിനെ പരാജയപ്പെടുത്തി കുന്നംകുളം നിയോജക മണ്ഡലം അദ്ദേഹം പിടിച്ചെടുത്തു. 2016-ൽ അദ്ദേഹം മന്ത്രിയാവുകയും ചെയ്തു. 2021-ൽ കുന്നംകുളത്ത് മത്സരിച്ച അദ്ദേഹം കെ. ജയശങ്കറിനെ പരാജയപ്പെടുത്തി. 2024-ൽ ചേലക്കരയിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ LDF സ്ഥാനാർത്ഥിയായിരുന്ന UR പ്രദീപിന്റെ തെരഞ്ഞെടുപ്പ് ചുമതല എ.സി. മൊയ്തീനായിരുന്നു. ചേട്ടാ, വീടിന് പുറത്തെ ലൈറ്റ് ഒന്ന് ഓണാക്കുവോ? ഫുള്ളിരുട്ടാ. ദാ ഇപ്പം ഇടാം. വയ്യ, സ്ഥിരം ഈ രാത്രി പുറത്തു പോവാൻ. ചുരുങ്ങിയ ചിലവിൽ വീട്ടുമുറ്റത്തൊരു വിളക്ക്, വൈദ്യുതി വേണ്ട, ബാറ്ററി വേണ്ട, പൂർണ്ണമായും സോളാറിൽ പ്രവർത്തിക്കുന്ന ലൈറ്റുകൾ നിങ്ങളുടെ വീടുകളിലോ സ്ഥാപനങ്ങളിലോ എവിടെയായാലും സ്ഥാപിച്ചു കൊടുക്കുന്നു. ഹാർഡോൾ സോളാർ ലൈറ്റ്സ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട നമ്പർ 9447132148. കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്ക് ഫോളോ അപ്പ് ചെയ്യുക. വാർത്തകൾ വേഗത്തിലറിയാൻ Anytime News.